വളരെ സന്തോഷത്തോടെ കൈകൾ നെഞ്ചത്ത് വെക്കുക. നിൻ്റെ ജീവിതഭാരം ഏറ്റെടുക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുന്ന സമയമാണ്. കണ്ണുകൾ അടക്ക് ദൈവവേദനെ. നിൻ്റെ ജപ്തി നടപടികൾ, നിൻ്റെ ജീവിതത്തിലെ നിന്നെ ഇന്ന് അലട്ടുന്ന, നീ എന്തിനു വേണ്ടിയാണ് കണ്ണീരോടെ ഇവിടെ വന്നത്? അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ സാന്നിധ്യം ആരാധന നൽകിക്കൊണ്ട് തൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. എന്തിനാണ്? നിൻ്റെ കണ്ണുനീര്. അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വേദനയാണ്, അവർക്ക് സൗഖ്യമില്ല, അവർക്ക് രോഗമാണ്, അവർക്ക് ജോലിയില്ല, അവർക്ക് അവരുടെ വിവാഹം ഒത്തുവരുന്നില്ല, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, അവർക്ക് സമാധാനമില്ല, സാമ്പത്തിക തകർച്ചയാണെന്നൊക്കെ പറയുന്ന സമയമാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ, അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ. ഈ ഗ്രൗണ്ടിന് പുറത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം അടിപ്പിട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ കൃപ കൊണ്ട്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ കൃപ കൊണ്ട് കർത്താവേ. ആ മക്കള് ജീവിതത്തിൽ തളർന്നിരിക്കുന്ന കർത്താവേ, ഓരോരോ കാര്യങ്ങൾ ചെയ്തും പരാജയപ്പെട്ടും അവർ ഓരോ കാര്യങ്ങൾ പരീക്ഷ നോക്കിയും ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ വേദനിച്ച് അങ്കലാപ്പോടെ അന്തം മുട്ടി കർത്താവേ മൊഴി അങ്ങയുടെ ദിവസത്തിൻ്റെ കണ്ണീരോടെ നിൽക്കും ഈശോ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരം, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചുള്ള അടയാളത്തിൽ ദൈവശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യത്വത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ, കടരോഗങ്ങള്, ഹൃദയരോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള് ഉച്ച മുതല് ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഒരുമിച്ച് പാടാം. ശ്രുതികട ഹല്ലേലൂയ. ഒരു മാലാഖ ചിറക് വിടർത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ച് ദൈവ അനുഗ്രഹം തരുന്ന സന്ദേശമാണ്. ഒരു മാലാഖ ചിറക് വിടർത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് മുന്നിലേക്ക് ആദ്യം നിങ്ങളുടെ രണ്ട് കൈകൾ നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷത്തെ സ്വർഗത്തിന്റെ സാന്നിധ്യമാണ്. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ പ്രിയമക്കളെ, ഇതിൻ്റെ സന്ദേശം, ഈ സന്ദേശത്തിൻ്റെ അർത്ഥം, ഈ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചിരിക്കുന്നു. സ്വർഗം ഈ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ കണ്ണുനീരിന്റെ പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് വിത്തിൻ 44 days. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 44 ദിവസം എന്നാണ് ഈശോ പറയണത്. ഈ ഇവിടുത്തെ അവസാനത്തെ സങ്കടം മാറാൻ, ഈ വ്യക്തികളുടെ അവസാന സങ്കടം മാറുന്നതിനായി, നിങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ മാറുന്നതിനായി അവസാനത്തെ വ്യക്തിക്ക് 44 ദിവസം കുറിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിനുള്ളിൽ പലരുടെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് മാറും. കൈയടിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ.
ഒരുപാട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്വസ്ത്ര ഗാനങ്ങൾ ശ്രുതികട ഹല്ലേലൂയ, സ്വസ്ത്ര ഗാനങ്ങൾ പാടിപ്പുകഴ്ത്ത ശ്രുതികട ഹല്ലേലൂയ, സന്തോഷത്തോടെ നന്ദിയോടെ ഹല്ലേലൂയ. 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 മഹത്വം മഹത്വം. ശ്രുതികട ആരാധന ഹല്ലേലൂയ, ആരാധന. സന്തോഷത്തോടെ ഇടിമുഴക്കം പോലെ ഹല്ലേലൂയ. 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 ആരാധന മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. 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 കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നന്ദിയോടെ ദൈവം ഈ നിമിഷം പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലേക്ക് സൗഖ്യം നൽകാൻ പോകുന്നു, സത്യം നൽകാൻ പോകുന്നു. കർത്താവ് ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. അടിപ്പെടേണ്ട സമയമാണ്, വൈതാഖാ സമയമാണ്. ദൈവസ്നേഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോൾ കർത്താവ് നൽകിയത് ഒരു മലാഖ നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് തൻ്റെ കൈകൾ കൊണ്ട് നിങ്ങളെ ആശീർവദിക്കുന്നതാണ്. ഇപ്പോൾ ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുകയും നിങ്ങളെ സന്ധിക്കുകയും അത് ഡിവൈഡ് ഓഫ് യുവർ മെരിറ്റ്സ് ആൻഡ് ഡിമെരിറ്റ്സ്, അതാണ് ആ മെസ്സേജിൻ്റെ പോക്ക്. നിങ്ങളുടെ യോഗ്യതയും അയോഗ്യതയും നോക്കിയല്ല കർത്താവ് തൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതാണ് പ്രഖ്യാപനം എന്ന് പറയണത്. പ്രഖ്യാപിക്കാൻ എന്ത് വേണം? വീട്ടിലിരുന്ന് കയറി പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതെന്ത് വേണം? 10 മനുഷ്യർ വേണം. പ്രാർത്ഥനയ്ക്ക് മനുഷ്യരെ ആവശ്യമില്ല. വീട്ടിൽ കുതിരുന്നും പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട് കഥ കടച്ച് പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെ നമ്മളെ മുടക്കം മുതൽ കുറവായിരിക്കും ഈ വിഷയത്തിന്. പക്ഷെ 10 പത്രം ഈ മഴയത്ത് കൊണ്ട് നടന്ന് ഓരോരുത്തരും ഏൽപ്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് കഷ്ടപ്പാടാണ്. ഇവിടെ പലപ്പോൾ ആൾക്കാരും പറയും ഞങ്ങൾ ഒരു കെട്ട് പത്രം എടുക്കാൻ പറയുമ്പോൾ 18 പേരെ കണ്ടെത്തണം. കെട്ടുമായിരിക്കും അല്ലേ? വല്ല തന്തക്കും വിളിക്കുക അവർ. ഇതും പറഞ്ഞുകൊണ്ട് ഇതും പെരുക്കിയാണ് പോണത്. അപ്പം നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളൊരു ജന്മം ഇവിടെ ഇല്ലെങ്കിലും കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വേറെ ആൾക്കാരുണ്ടെന്ന് ഓർത്തേക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. 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 അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് നിത. ഞാൻ കായംകുളത്തുനിന്ന് വരുന്നു. ഞാൻ 2018 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എങ്കിൽ പോലും എനിക്ക് ആ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അന്നത്തെ ആ സാഹചര്യത്തിൽ അറിഞ്ഞുകൂടായിരുന്നു. ഞാനതൊന്നും ചെയ്തില്ല. പക്ഷേ 2024 ആയപ്പോഴത്തേക്കാണ് രണ്ടാമത് വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയത്. എനിക്ക് 10 വർഷം കൊണ്ടുണ്ടായിരുന്ന ബാധ്യത, എനിക്ക് 25 ലക്ഷം രൂപയുടെ അടുത്ത് ബാധ്യത ഉണ്ടായിരുന്നു. അത് ഒരുപാട് കൂടി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. സത്യത്തിൽ ജീവിക്കണമെന്ന് പോലും തോന്നാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫോണുകളൊക്കെ അടിക്കുമ്പോൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും ഫോൺ അടിക്കുകയെന്ന് കാണുമ്പോൾ സത്യത്തിൽ പേടിയാവോ ചെയ്യുന്നത്. എന്തെടുക്കണം, അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തൊരു സാഹചര്യമായിരുന്നു. സത്യത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഇവിടെ വന്നത്. ജീവിക്കണ്ട എന്നുള്ളൊരു തോന്നലിൽ വണ്ടി കയറി. പക്ഷേ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഞാനിവിടെ എത്തിയെങ്കിലും ഞാൻ ഉടമ്പടി അന്ന് പുതുക്കിയതൊന്നുമില്ല. ഇവിടെ വന്നിരുന്ന് കുറേ നേരം മാതാവിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ട് ഞാനങ്ങ് പോയി. പക്ഷേ
അന്ന് ആ നിമിഷം മുതൽ എനിക്ക് ഫോൺ മേടിക്കുമ്പോഴൊന്നും പ്രശ്നമില്ല. എനിക്കറിഞ്ഞൂടാ എങ്ങനെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുവരെ ഞാൻ പറഞ്ഞിട്ട് ഒരു മറുപടി പറയുമ്പോൾ അവധി പറയുമ്പോൾ കേൾക്കാത്ത ആൾക്കാർ അന്ന് ആ നിമിഷം മുതൽ ഞാൻ പറയുന്ന മറുപടിക്ക് അവരൊരു സാവകാശം എനിക്ക് തരാൻ തുടങ്ങി. അവിടെ നിന്ന് ഞാൻ ഒരു പിറ്റേ ആഴ്ച വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിക്കൊണ്ട് പോയി. ഞാൻ ഉടമ്പടിയിൽ അന്ന് മുതൽ ജീവിക്കാൻ തുടങ്ങി. എന്നും അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാൻ തുടങ്ങി. എനിക്കെന്നും അത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാൻ പാടാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ആ ഒരു ഇതിലെനിക്ക് ഒത്തിരി സമാധാനവും കിട്ടി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിന്ന് ഒത്തിരി ലോണുകളുടെയും ബാധ്യതകളുടെയും എല്ലാം പേപ്പറെല്ലാം എടുത്തുകൊണ്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു 30ാമത്തെ ദിവസം നിനക്ക് മാതാവ് മറുപടി തരുമോയെന്ന് പറഞ്ഞ പോലെ തന്നെ 30ാമത്തെ ദിവസം ഞങ്ങളുടെ വസ്തുവിൻ്റെ ഒരു കച്ചവടത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി. എനിക്ക് 30ാമത്തെ ദിവസം ഫോൺ വരുവാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം 5 ലക്ഷത്തിൽ താഴെ സെൻറ്റിന് വില പറഞ്ഞുകൊണ്ടിരുന്ന ആ വസ്തു എനിക്ക് 8 ലക്ഷം രൂപ സെൻറ്റിന് വെച്ച് എനിക്ക് ആ വസ്തു കച്ചവടം നടന്ന് ഷെയർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഉടമ്പടിയിൽ എഴുതുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ എൻ്റെ 16 ലക്ഷം രൂപയുടെ ബാധ്യത അതോടെ എനിക്ക് മാറിക്കിട്ടി. ഇനി എനിക്ക് കുറച്ചും കൂടെ ഉള്ളൂ. അതെനിക്ക് തീർച്ചയായിട്ടും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്കത് അമ്മ മാതാവ് മാറ്റിത്തരുമെന്ന്. അതുപോലെ തന്നെ എനിക്കൊരു ജോലിയില്ല. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ വാടക കൊടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ അന്നേരം മാതാവിൻ്റെ അടുക്ക് പറഞ്ഞ്, മാതാവ് എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ വാടക കാശെങ്കിലും അവരുടെയെങ്കിലും വായിൽ നിന്ന് കേൾക്കാതെ പോകാമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. അന്നേരം ഞാൻ ഫോൺ നോക്കി. ഫോണിലപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്. ആ വേക്കൻസിക്ക് ഞാൻ കൊല്ലം വരെ പോയി. അവിടെ ചെന്നപ്പം നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ വരുന്ന പിള്ളേരിങ്ങനെ ബാഗൊക്കെ ഇട്ട് വരത്തില്ലേ, ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന പോലെ പോസ്റ്റിംഗ് കിട്ടുമെന്ന്. ആ ഒരു വേക്കൻസിയാണ് എനിക്കും കിട്ടിയത്. ഞാനവിടെ ചെന്ന് ആ ബാഗ് എടുത്തപ്പോൾ എനിക്ക് പറ്റത്തില്ല. കാരണം അതിൻ്റെ വെയിറ്റ് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. എനിക്ക് അല്ലെങ്കിൽ പുറം വേദന കൊണ്ട് ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഓർത്ത് ഈ ബാഗും ചുമന്നുകൊണ്ട് ഞാൻ എങ്ങനെ ഇനിയുള്ള ജീവിതം ജീവിക്കും എനിക്കറിയത്തില്ല. അന്നത്തെ ഒരു ദിവസത്തെ എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് വണ്ടി കയറി ഞാൻ വീണ്ടും കായംകുളം വരെ വരണം. ഞാൻ ട്രെയിനിൽ കയറിയിരുന്നപ്പോൾ ഞാൻ ഓർക്കുക, മാതാവേ ഞാൻ എന്ത് ചെയ്യും, എനിക്കെങ്ങനെയെന്ന് അറിഞ്ഞൂടല്ലോ, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന്. പക്ഷേ പിറ്റേ ദിവസം ആ നേരമാവുന്നതിന് മുമ്പ് അമ്മ എനിക്ക് വേറെ സ്ഥലത്ത് തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച്. ഞാനവിടെ പോയി. ആ ജോലി എനിക്കത് സ്ഥിരമാവത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ വേറൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് വിളിച്ച് അവിടെ ഞാൻ മാതാവിൻ്റെ ഉപ്പുമായി പോയി. ആ ജോലി എനിക്കിപ്പോൾ കിട്ടി. ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടിയത്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ പകച്ചു നിന്നൊരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചു പോകുന്നത്, ഈ ഒരു അവസ്ഥ വരെ എത്തിയത്. അതുപോലെ തന്നെ എൻ്റെ മോളുടെ ഇതാണെങ്കിൽ മോൾ CBSEയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. CBSEയിൽ നിന്ന് കേരള സ്റ്റേറ്റിലേക്ക് മാറ്റിയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് അവൾ അനുഭവിച്ചു. കാരണം ആ ഒരു ഇത് അവർക്ക് പഠിക്കാൻ മലയാള ലാംഗ്വേജ് ഒത്തിരി, ബാക്കിയുള്ള സബ്ജക്റ്റിനെല്ലാം നല്ല മാർക്കുണ്ട്, പക്ഷേ മലയാളത്തിന് ഒത്തിരി കുറവാണ്, ജയിക്കത്തില്ലായിരുന്നു. അത്രയും മാർക്ക് കുറവിലാണ് അവൾ പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. കുഞ്ഞപ്പോൾ വിഷമിച്ച് അമ്മച്ചി ഞാൻ എങ്ങനെ അമ്മച്ചി എന്നും പറഞ്ഞ് കുഞ്ഞ് വിഷമിച്ചപ്പോൾ ഞാൻ അവൾക്ക് മാതാവിൻ്റെ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇതും കൊണ്ട് മോൻ പോയി പരീക്ഷ എഴുതു, തീർച്ചയായിട്ടും മാതാവ് കൂടെ വരുമെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അവൾക്ക് B ഗ്രേഡ് കിട്ടി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം സബ്ജക്റ്റിന് തോറ്റുപോയി, മലയാളം സബ്ജക്റ്റിന് തോറ്റേ പോകത്തുള്ളൂ എപ്പോഴും. ആ ഒരു ഇതിൽ നിന്ന് കുഞ്ഞ് ഒരുപാട് സന്തോഷം, അമ്മേ എനിക്ക് ഇത്രയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലും ഇല്ലെന്നും പറഞ്ഞ് ഇപ്പം എൻ്റെ കൂടെ കുഞ്ഞ് പ്രാർത്ഥനയ്ക്കൊക്കെ അവൾ മാതാവിനെ സ്വപ്നം കാണുകയും ഒക്കെ അവൾക്ക് 2 വട്ടം മാതാവ് സ്വപ്നത്തിൽ വരികയും എല്ലാം ചെയ്തു. ഒരുപാട് സന്തോഷവും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരിപ്പാട് ഹോസ്പിറ്റലിൽ പോകും, രോഗികളെ കാണും, അവരുടെ അടുക്ക് സംസാരിച്ച് മാതാവിനെ പറ്റി പറയും, പത്രം കൊടുക്കും, അതുപോലെ ഊണ് മേടിച്ച് കൊടുക്കും.
വഴിയിൽ കാണുന്ന ആർക്കെങ്കിലും തീരെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവരെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്നെക്കൊണ്ടത് പറ്റത്തില്ലെങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ എൻ്റെ അമ്മയോടും എൻ്റെ ഉണ്ണീശോയോടും കൂടെ മരണം വരെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് റെൻസി ജോൺസൺ. വൈക്കം ഫൊറോന ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ 7/2/2023 ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ പ്രധാന കാര്യം 14 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു മെയിൻ ഇവിടെ വരാനുള്ള പ്രധാന കാര്യം. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നത്. എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ എടുക്കണ്ടയോ എന്നുള്ള ഒരു ഇതിൽ നിന്നിട്ട് പെട്ടെന്ന് ഞാൻ എടുത്തതാണ്. അവളുടെ കൂടെ കൂട്ടിന് വന്നതാണ് സത്യം പറഞ്ഞാൽ ഞാൻ. പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാനിതെടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് നൽകിയത്. 14 വർഷത്തോളം ഞാൻ കാത്തിരുന്നെന്ന് പറഞ്ഞില്ലേ. പക്ഷേ എൻ്റെ 3ാമത്തെ പുതുക്കലിന് അത് കഴിഞ്ഞ ശേഷം മാതാവ് എനിക്ക് ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ച് തന്നു. അതിനു മുമ്പ് ഞാനിവിടെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചിരുന്നു. അന്ന് അച്ഛൻ ഇവിടെ എന്നോട് പറഞ്ഞു, അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടിരുന്നു. അത് പ്രകാരമാണ് ഞാനിവിടെ കുഞ്ഞുമായിട്ട് വന്നത്. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം നമുക്കിത് ആദ്യം ഉടമ്പടി എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അത് അഹങ്കാരമാവാം, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തുവാകും, ഇതൊക്കെ നമ്മളിൽ നിന്ന് അങ്ങ് പോകുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം അങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറേ അങ്ങ് മാറും. പിന്നെ ഈ എന്താ പറയുക, നമുക്ക് ഈ പത്രമായിട്ടൊക്കെ നമുക്ക് പോകുന്ന അങ്ങനെയൊന്നും ഒരു മടി ഉണ്ടാവില്ല. നമ്മൾ വീടുകൾ കയറി ഇറങ്ങും, ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും, നമുക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. പിന്നെ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് എനിക്കൊരു സ്ഥലത്ത് പോയി ഒരുപാട് നേരം ഒരു കറക്റ്റ് 1 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ടൈമാകുമ്പോൾ എനിക്ക് ഫുഡ് കിട്ടണം. കാരണം ആഹാരത്തോടുള്ള ആർത്തി കൊണ്ടല്ല, എനിക്ക് ആ സമയത്ത് കിട്ടിയില്ലേ കുറച്ച് കഴിയുമ്പോൾ ഒരു തലവേദന അങ്ങ് തുടങ്ങും സൈഡിൽ നിന്ന്. ഇതങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരു ദിവസം ഇത് കിടത്തും. കാരണം ഛർദിലാകും, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെ കാണാൻ മേല, ഇരുട്ടത്തായിരിക്കും പിന്നെ ഞാൻ. കാരണം അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ അവസ്ഥയിലൂടെ പോയവർക്കേ അത് മനസ്സിലാവുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവ് ആദ്യമേ മാറ്റിത്തന്നത് ആ ഒരു കാര്യമാണ്. അത് അത്ര കൊണ്ട് ഞാൻ വിഷമിച്ചിരുന്നൊരു കാര്യമാണ്. എവിടെയെങ്കിലും ഒരു മരണ വീട്ടിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയാണ്. ദൈവമേ, കറക്റ്റ് ടൈമിന് എനിക്ക് ഫുഡ് കിട്ടത്തില്ലല്ലോ, അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സമയമാകുമ്പോൾ മുതൽ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങും. കാരണം ഈ തലവേദന പേടിച്ചിട്ട്. പക്ഷെ എനിക്ക് ആദ്യമേ മാതാവ് അതെനിക്ക് മാറ്റിത്തന്നു. പിന്നെ ഒരുപാട് നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ, പ്രാർത്ഥിക്കാൻ, ബൈബിള് വായിക്കാൻ, ഒരുപാട് അനുഗ്രഹങ്ങൾ. പിന്നെ ഇപ്പം ഭർത്താവിൻ്റെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു നെഞ്ചുവേദന പോലെ വന്നു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് കയ്യിൽ ഒന്നിച്ച ഉടമ്പടി തൈലം, അതൊരു വിശ്വാസമാണ്. കാരണം നമ്മുടെ കയ്യിൽ ഉടമ്പടി തൈലം, ഉപ്പ്, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊരു ധൈര്യമാണ്. ആ സമയത്ത് ഉടനെ തന്നെ ഈ ഉടമ്പടി തൈലം മേത്തൊക്കെ പുരട്ടി. പക്ഷേ അവിടെ ചെന്ന സമയം വരെ ഒരു പ്രശ്നവും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. മാതാവ് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മാതാവ് അതെനിക്ക് മാറ്റിത്തന്നു. അങ്ങനെ നിരവധിയായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് നൽകി. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാരണം ഇത്രയും പെട്ടെന്ന് നമുക്ക് അനുഗ്രഹം. ഞാൻ ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ പോയിട്ടുള്ളതാണ്, ഒരാഴ്ച അങ്ങനെ ധ്യാനമൊക്കെ കൂടിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ
ഞാൻ പറയട്ടെ, എടുക്കുന്ന സമയത്ത് പോലും എനിക്ക് ഈ ഉറപ്പില്ലായിരുന്ന ഞാൻ, മാതാവ് എനിക്ക് എത്ര പെട്ടെന്നാണ് ഒരു അനുഗ്രഹം തന്നത്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്കിപ്പോൾ നല്ല ധൈര്യമാണ്. കാരണം മാതാവ് ഉണ്ടല്ലോ നമുക്ക്. എന്ത് പ്രശ്നം വന്നാലും മാതാവിനെ വിളിച്ചാൽ നമ്മുടെ കൂടെ മാതാവ് ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, മാതാവ് നമ്മുടെ കൂടെ അങ്ങ് പോരും. അത് ഉടമ്പടി എടുക്കുന്നവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാതാവ് നമ്മുടെ കൂടെ അങ്ങ് വരുവാണ്. സഞ്ചാരി മാതാവെന്ന് പറഞ്ഞാൽ സത്യമാണ്. സഞ്ചരിച്ച് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുവാണ് സഞ്ചാരി മാതാവ്. പിന്നെ നമ്മൾ ഏതൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും എങ്ങനെയൊക്കെ വന്നാലും മാതാവിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ തീർച്ചയായും സാധിക്കും എന്നുള്ളതാണ് എനിക്കിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓരോ നിമിഷവും മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഓരോ സെക്കൻഡും മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈശോയും മാതാവും ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. ഇനി അങ്ങോട്ട് ഉള്ള ജീവിതം മുഴുവനും ശരിക്കും പറഞ്ഞാൽ കൃപാസന മാതാവിൻ്റെ അടുത്ത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുവാണ്. കാരണം 14 വർഷമെന്ന് പറഞ്ഞാൽ ചെറിയൊരു വർഷമൊന്നും അല്ലല്ലോ. അത്രത്തോളം വേദനകളും അറിയാമല്ലോ. ആ അവസ്ഥയിലൂടെ കടന്നുപോയവർക്ക് അറിയാൻ പറ്റും. അത്രത്തോളം വിഷമിച്ച് പോയ വർഷങ്ങളാണ്. പക്ഷെ മാതാവ് എത്ര പെട്ടെന്ന് എന്നെ അനുഗ്രഹിച്ചു. ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും. ഇനിയും കൃപാസന മാതാവിൻ്റെ അടുക്കൽ ഞാൻ വരും, പ്രാർത്ഥിക്കും. ജീവിതകാലം മുഴുവനും ആ മാതാവിൻ്റെ നടയിൽ ജീവിച്ച് തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് നന്ദി. ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. തിരുക്കുമാരനും മാതാവിന് 1000 നന്ദി. ഞാൻ 2023 മെയ് മാസം 5-ാം തീയതി മാതാവിൻ്റെ തിരുസന്നിധിയിൽ വരികയും ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. അതിനാൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ എനിക്ക് നേട്ടങ്ങളുണ്ടാക്കാൻ സാധിച്ചു. ഞാൻ വരുന്നത് കട്ടപ്പനയിൽ നിന്നാണ്. എൻ്റെ പേര് ഷൈനി. ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരു പല്ലിന് നിസ്സാരമായ ഒരു പല്ലുവേദന ഉണ്ടായതാണ്. ആ പല്ലുവേദന കൂടുതലായി മൂക്കിന് അടിവശത്ത് വരെ പഴുപ്പുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായി. ഞാൻ ദന്ത ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു, സർജനെ പോയി കണ്ട് ഓപ്പറേഷനിലൂടെ മാത്രമേ ഇത് മാറ്റാൻ പറ്റുകയുള്ളൂ, പല്ല് കുറേ എടുത്ത് കളയണം എന്ന് പറഞ്ഞതിന് ശേഷം ഞാനത് കേട്ട് സർജനെ കാണാൻ പോകണമെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പല്ലിൻ്റെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം തരണം, വേദന കുറഞ്ഞു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് മോണയിൽ പുരട്ടി. അതിനുശേഷം പഴുപ്പ് കുറച്ച് നിമിഷങ്ങൾക്കകം പഴുപ്പ് പൊട്ടി ഒഴുകാൻ തുടങ്ങി. അത് കുറച്ച് സമയം കൊണ്ട് എനിക്ക് എൻ്റെ വേദനയിൽ നിന്ന് മാതാവ് മുക്തി തന്നു. അങ്ങനെ ആ ഒരു പല്ലുവേദന പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഭവനത്തിൽ നിരന്തരം വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു ഭവനമായിരുന്നു. അതിൽ നിന്നൊക്കെ മാതാവ് എനിക്ക് വിടുതൽ തന്നു. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുവാനും അടുത്ത് ജീവിക്കുവാനും സാധിച്ചു. അതുപോലെ സാമ്പത്തികമായി ഏറെ തകർന്നൊരു ഭവനമായിരുന്നു എൻ്റേത്. പക്ഷേ അവിടെ നിന്നൊക്കെ മാതാവ് നല്ല ഒരു വിടുതൽ തന്ന് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് മാസങ്ങളായിട്ട് വർഷങ്ങൾക്ക് മുന്നേ നടത്തിയ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് 2 വണ്ടി L&T ഫൈനാൻസ് എന്ന് പറയുന്ന ഫൈനാൻസിൽ നിന്ന് എടുക്കേണ്ടതായി വന്നു. അപ്പോൾ ബിസിനസ് തകർന്നതിൻ്റെ ഭാഗമായി വണ്ടി 2 തിരിച്ച് വണ്ടി കൊടുത്തതിന് ശേഷം 1,30,00,000 രൂപ ഫൈനാൻസിൽ അടച്ചിട്ടുണ്ട്. അതിനുശേഷം 8 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടായിരുന്ന സമയത്ത് ആ പൈസ സെറ്റിൽമെൻറ്റായി 8 ലക്ഷം രൂപ ബാലൻസ് നിന്നത് അടയ്ക്കാൻ പറഞ്ഞിട്ട്, പക്ഷേ സമയത്ത് ആ പൈസ അടയ്ക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ 32% പലിശ കൂട്ടിച്ചേർത്ത് 1,68,00,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിരുന്നു. പക്ഷേ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു, മാതാവേ യാതൊരു നിവൃത്തിയുമില്ല ഈ പൈസ അടയ്ക്കാൻ, അതുകൊണ്ട് മാതാവ് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഇന്നലെ ആ കേസ് തള്ളിപ്പോയി.
അതാണ് ഞാനിപ്പോൾ വന്ന് ഈ സാക്ഷ്യം പറയാനിടയായത്. മാതാവിനും എൻ്റെ ഭവനത്തിൽ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ ഭവനത്തിൽ നിരന്തരം ഉണ്ടായിരുന്ന സമാധാനമില്ലായ്മയിൽ നിന്ന് എന്നെ ദൈവം അനുഗ്രഹിച്ചു, മാതാവ് അനുഗ്രഹിച്ചു. ഒരിക്കലും ഉടമ്പടി എടുത്തത് ഒരു നഷ്ടമായി എനിക്ക് തോന്നിയിട്ടില്ല. ഏറെ നന്മകൾ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അതിനാൽ എനിക്ക് മാതാവിന് 1000 നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ 1 മിനിറ്റ് ആരെങ്കിലും ഒരാൾ നിന്ന് തരുമെങ്കിൽ ഞാൻ അവരോട് മാതാവിനെ പറ്റി പറയാറുണ്ട്. ചിലവർ കേൾക്കാറില്ല, ചിലവരുടെ അടുത്ത് പത്രം കൊടുത്താൽ അവർ വാങ്ങാറില്ല. അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് കൃപാസനത്തിൻ്റെ പത്രമൊന്നും വേണ്ട. അപ്പോഴും ആ സന്തോഷത്തോടെ പത്രം തിരികെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഏറെ പത്രങ്ങൾ മേടിച്ച് പൊതുസ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും സ്കൂൾ പരിസരങ്ങളിലും കുട്ടികൾക്കും ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ രോഗികളായിട്ടുള്ളവരെ ഒത്തിരി സഹായിക്കാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും എന്നാലുള്ള പോലെ കൊടുത്ത് ഞാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് മാതാവിനോട് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു.